ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇന്ന് US ഹോളിഡേ ആണ്, അതുകൊണ്ട് നമുക്ക് ഇന്ന് കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ട് പോകാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അത് മാത്രമല്ല ഓഫീസിനുള്ളിൽ ഫോൺ അലൗഡ് അല്ല, സോ ഓഫീസിനുള്ളിലെ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും പറയുന്നത്, ഏത് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ നമ്മൾ ഓഫീസിൽ പോയിട്ട് ഇന്ന് ആരെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതുങ്ങൾക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഓഫീസിൽ എനിക്ക് 2 ആഴ്ചത്തേക്ക് ക്യാബ് ക്യാൻസലായി പോയി. അപ്പോൾ ഞാൻ ഇനി ബൈക്കിലാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ ഓഫീസിൽ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ്. കൃത്യം ഒരു 5:30 ആയപ്പോൾ തന്നെ ഓഫീസിലെത്തി. ഞാൻ വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്കിൽ നില ബിൽഡിങ്ങിൽ ഗൈഡ് ഹൗസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഓഫീസിനുള്ളിലോട്ട് പോവുകയാണ്. 6 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ഓഫീസിൽ വന്ന് നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ ലോക്കർ ഉണ്ടാവും. എൻ്റെത് 105-ാമത്തെ ലോക്കറാണ്. അപ്പോൾ അതിലാണ് നമ്മുടെ ഫോണും ബാക്കി കാര്യങ്ങളെല്ലാം അവിടെയാണ് വെക്കുന്നത്. നമുക്ക് ഓഫീസിനുള്ളിലോട്ട് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അവിടെ അതെല്ലാം വെച്ചിട്ട് നേരെ ഓഫീസിനുള്ളിലോട്ട് കയറും. അപ്പോൾ നമ്മൾ 8:30 ആയപ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഇറങ്ങി. മേഘ കപ്പയും ഫിഷ് ഫ്രൈയും മാങ്ങച്ചാറും മുളക് ചമ്മന്തിയും അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം കൂടി കൊണ്ടുവന്നു. കപ്പയും ഫിഷ് ഫ്രൈയും പിന്നെ മുളക് ചമ്മന്തിയും അച്ചാറും എൻ്റെ മോനെ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതെല്ലാം കൂടി കഴിച്ചു. ഞാനും മേഘയും ഹാജയും അഖിലും ശിവയും ശരണേച്ചി എല്ലാവരും കൂടി ചേർത്തിട്ടാണ് അത് കഴിച്ചത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊണ്ടുവന്ന മേഘയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. വെളുപ്പിന് 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഞാനും മേഘയും കൂടി ചുമ്മാ ഒന്ന് പാൻട്രിയിലോട്ട് വന്നതാണ്. അപ്പോൾ പാതിരാത്രിയൊക്കെ വിശക്കുന്നവർക്കായിട്ട് ഇവിടെ ഓഫീസിൽ പാൻട്രിയിലുള്ളിലായിട്ട് വെൻഡിങ് മെഷീനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഏതാണെന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്യാഷൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം അവിടെ ഇരുന്ന് കുറച്ച് നേരം അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നേരെ ഓഫീസിലോട്ട് കയറി. അപ്പോൾ വർക്കൊക്കെ ചെയ്ത് വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോൾ ബോറടിച്ചപ്പോൾ നമ്മൾ ചുമ്മാ നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ ചുമ്മാ നടന്ന് കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം നമ്മൾ നടക്കുകയൊക്കെ ചെയ്തു. ഫുഡ് അടി മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ജോഗിങ് ആവട്ടെ എന്ന് വിചാരിച്ച് കുറേ ദൂരം നടന്നു. അപ്പോൾ കുറച്ച് നടന്നപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറഞ്ഞു അവിടെ ഡോഗൊക്കെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് നടന്നു. രാവിലെ എന്നെ കടി മേടിക്കാൻ വയ്യ, അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് നേരെ നടന്ന് ഓഫീസിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നിള ബിൽഡിങ്. നൈറ്റിലെ വ്യൂ ഒരു രക്ഷയില്ല, നല്ലൊരു വ്യൂ. അപ്പോൾ മോർണിംഗ് ഇറങ്ങിയപ്പോഴത്തേക്ക് മേഘയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറയാതെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കുറച്ച് വടയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ രാവിലെ നമ്മൾ രണ്ടും കൂടി അതൊക്കെ കഴിച്ചു. അതും നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ചമ്മന്തി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ അതെല്ലാം കഴിച്ചു. ഗൈസ്, അപ്പോൾ 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. ക്യാബ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ക്യാബെല്ലാം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാമെന്നായിരിക്കും. ഞാൻ ഇന്ന് ബൈക്കിലായ കാരണം നേരെ പാർക്കിംഗ് ഏരിയയിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് ഫ്രണ്ട്സുമായിട്ട് നേരെ നമ്മൾ പോണ വഴിക്ക് കുറച്ച് ചായ കൂടെ കുടിക്കാനായിട്ടൊക്കെ പോകണം. അപ്പോൾ ഞാനും അഖിലും ശിവയും കൂടെയാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇനി ചായ കുടിക്കാനായിട്ട് പോകാം. ഓഫീസിൽ നിന്ന് ഇറങ്ങി നമുക്ക് ക്യാബ് ക്യാൻസൽ ആയതുകൊണ്ട് ബൈക്കിൽ വരേണ്ടി വന്നു. അപ്പോൾ നേരെ ഇനി ചായയും കുടിച്ചിട്ട് റൂമിലോട്ട് പോകാം. ഓക്കെ, ബാ.
ഇപ്പോൾ വെളുപ്പിന് 3:30 ഈ ഒരു ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിലൊരു ചായയൊക്കെ അടിച്ചിട്ട് നേരെ വണ്ടി എടുത്ത് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഉറപ്പായിട്ടും കമൻ്റ് ഇടാൻ മറക്കരുത്. അടുത്തൊരു കിടിലൻ പവർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.